എല്ലാവരും പരിശ്രമിക്കുക. ഇവിടെ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞു തത്ര തത്രാഞ്ജസായുഷ്മൻ. കണ്ടോ, അത്രയും ദീർഘമുണ്ട്. അവിടെ 3 മാത്രയോളം ദീർഘം വരുന്നുണ്ട്. തത്ര തത്രാഞ്ജസായുഷ്മൻ ഭവതാ യദ്വിനിശ്ചിതം. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. പുംസാമേകാന്തതഃ ശ്രേയസ്തന്ന ശംസിതുമർഹതി. ഈ വിസർഗമുള്ള ഇടത്ത് കൂട്ടി എഴുതുമ്പോൾ അവിടെ 2 ശായായിട്ട് വരും. അങ്ങനെ വരുന്ന ഭാഗങ്ങൾ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? ശ്രേയസ്തന്ന ശംസിതു. ആ 2 ശാ വരുന്നിടത്ത് അവിടെ വിസർഗം ഒഴിവാക്കിക്കൊണ്ട് ഒന്നിച്ചായിട്ടായിരിക്കും ചിലപ്പം ഭാഗവതത്തിൽ നമ്മുടെ പുസ്തകത്തിലൊക്കെ ഒന്നിച്ചെഴുതും. അപ്പോൾ പദങ്ങൾ ഒന്നിച്ചെഴുതുമ്പോൾ അവിടെ പാരായണം ചെയ്യുമ്പോൾ അവിടെ സാധാരണമാതിരി ഷാന്ന് മാത്രം പോരാ, 2 ഷാ വരുന്ന സ്ഥലം ഉണ്ടാവും. അവിടെ വിസർഗത്തിന് പകരം 2 ഷായായിട്ടും അവിടെ കാണാം. അങ്ങനെ വരുന്ന ഭാഗങ്ങളിലെല്ലാം എങ്ങനെയാണ് പാരായണം ചെയ്യുന്നത്? ഒന്ന് ഉറപ്പോടുകൂടി പാരായണം ചെയ്യണം.